നമ്മൾ രാത്രി ഇരുന്നില്ലേ പോയത്. ഇവിടെ ഒന്ന് കയറിപ്പോ നമുക്ക്. കവരത്തിയിലെ ഉസ്താദ് ബീച്ച് അത് കാണാം നമുക്ക്. ഇവിടെ കവരത്തിയിൽ ഈ ഉസ്താദ് ബീച്ച് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു കഫ്തീരിയ ഉണ്ട്, തെങ്ങൊക്കെ മുറിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് തേങ്ങ പൊളിക്കുന്നുണ്ട്. ഈ കൊപ്ര എണ്ണ ആട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പൊങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ പൊങ്ങ് തിന്നണം എനിക്ക്. ഇവിടെ കുറച്ച് സ്നാർക്കലിങ് സ്കൂബയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്. ഇവിടെ കുറേ ആളുകളുണ്ട്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ന് സൺഡേ ദിവസങ്ങളിൽ കുറച്ചധികം ആളുകളുണ്ടാവും. ഇവിടെ കഫ്തീരിയ കാര്യങ്ങൾ, ചെറിയ ഭക്ഷണശാലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നല്ല തെളിഞ്ഞ നല്ല സൂപ്പർ കടലുണ്ട്. ഇവിടെ കുറച്ച് ശംഖിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ ഈ ഒരു ഭാഗത്ത്. പിന്നെ ഈ ഇതിലേ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ കുളിശീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അങ്ങനെ കാണാം. ഇവിടെയൊക്കെ പിന്നെ എന്താ പറയുക, ജനങ്ങളുണ്ടല്ലേ, ഒരുപാട് നീന്തുന്നുണ്ട്, പിന്നെ സ്നോർക്കലിംഗ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ജനങ്ങളുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് അധികം ആളുകളുണ്ട്. ഈ നാട്ടുകാർ തന്നെയാണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെ ടയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ്. ഏതായാലും സൂപ്പറാണ് ഈ സ്ഥലം. അപ്പം ഇനി അങ്ങനെ ഈ ഒരു പരിസരം ഇങ്ങനെ കാണാം നമുക്ക്. സൈഡിൽ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ ഊഞ്ഞാല് കാര്യങ്ങളുണ്ട്. നല്ല മണലൊക്കെ സൂപ്പർ മണൽ, പഞ്ചാര മണൽ. ലക്ഷദ്വീപിന്റെ ഇട്ട് എന്നതാണ് ഉണ്ടാക്കുന്നത്. അതും ഇന്നെ പോലെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കരിഞ്ഞാലും അറിയില്ല ആരും അല്ലേ. എന്താ പേര്? ജലാൽ. ഇത് കവരത്തിയിലാണ്. കവരത്തിയിൽ ഇട്ടുണ്ട്. ഇതിന്റെ മറ്റേ ഇവിടെ പോയി നമ്മുടെ ഫിഷൊക്കെ പോയി. ഇതാണ് അതിനുണ്ട്, വിറകാണ്, നാച്ചുറൽ. നമ്മുടെ ചാനലിലുണ്ട് ഇട്ടു വന്നത്, സാക്സ് വെറൈറ്റീസ്. അപ്പം നമ്മളെ ലക്ഷദ്വീപിൻ്റെ പൊങ്ങാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. യെസ്, ഇതൊരു പ്രൈവറ്റ് കുളമാണ്, മീനിനൊക്കെ വളർത്തുന്ന. ഇത് ഉസ്താദ് ബീച്ചിൻ്റെ അവിടെ നിന്ന് പിന്നെയും കുറച്ച് അങ്ങോട്ട് പോയിട്ടുള്ള ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു കുളത്തിനോട് ചാരിയിട്ട് തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇദ്ദേഹം ഇതിൻ്റെ മുമ്പ് ഇവിടുത്തെ കാര്യസ്ഥന് ഇതൊക്കെ നോക്കി നടത്തിയിരുന്ന ആളായിരുന്നു. ഇപ്പം ഇദ്ദേഹത്തിനല്ല ഇവിടുത്തെ ചാർജ് ഉള്ളത്. കടലൊന്ന് കാണാം നമുക്ക്. ഇതിൻ്റെ കുളത്തിൻ്റെ അടുത്ത് തന്നെയാണ് കടൽ. ഇത് കടൽ. അവിടെ കാണുന്നത് NIOT. ഇത് പ്രൈവറ്റ് സ്ഥല, പഞ്ചായത്തിന്റെ. അപ്പൊ ഈ സ്ത്രീകളൊക്കെ കച്ചവടം ചെയ്യുന്നത് അവർ പഞ്ചായത്ത് വാടക കൊടുക്കുന്നുണ്ടല്ലേ.